വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ താഴെ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വായിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് നൽകുക. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ്. പാസ്വേഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പാസ്വേഡ് നൽകുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് അല്ല കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ അതിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പാസ്വേഡ് മറന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ റിക്കവറി പാസ്വേഡ് ബൈ ഇമെയിൽ, അതുപോലെ തന്നെ റിക്കവറി പാസ്വേഡ് ബൈ SMS എന്നിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു SMS വഴി ആണെങ്കിൽ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് ആണെങ്കിൽ നിങ്ങളുടെ ആ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ID നൽകുക. അപ്പോൾ ഇങ്ങനെ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേജിലേക്ക് പോകും. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഫില്ല് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഈ ഒരു TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും ഒറിജിനൽ തന്നെ ആവശ്യമാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റും അതുപോലെ വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകൾ, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, ഇത്രയും സഹിതം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. നിങ്ങൾക്ക് 2 തരത്തിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഒന്നാമത്തേത് താൽക്കാലികം, രണ്ടാമത്തേത് സ്ഥിരം. അപ്പോൾ ഒന്നാമത്തേത് താൽക്കാലിക അഡ്മിഷനായിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ഡോക്യുമെൻറ്റുകളും താൽക്കാലിക അലോട്ട്മെൻറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു ഡോക്യുമെൻറ്റുകളും അലോട്ട്മെൻറ്റ് ലെറ്ററും സഹിതം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് താൽക്കാലിക അഡ്മിഷൻ നേടാം. ഈ താൽക്കാലിക അഡ്മിഷന് ഫീസ് അടക്കേണ്ടതില്ല. അതായത് ടെമ്പററി അഡ്മിഷൻ എന്നാണ് താൽക്കാലിക അഡ്മിഷന് പറയുന്നത്. ഇനി പെർമനൻറ്റ് അഡ്മിഷൻ, അതായത് സ്ഥിരപ്രവേശനം നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഫീസും ഈ ഒരു നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സുകളും അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്ററും സഹിതം പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ജൂൺ 5 മുതൽ ജൂൺ 7 തീയതി വൈകിട്ട് 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട്, അതായത് അപേക്ഷയില്ല അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് എടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനോ അതിനും താഴെയുള്ള മറ്റു ഓപ്ഷനോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ആണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ ലഭിച്ച ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാം. വിദ്യാർത്ഥികൾ ഒന്നുകിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായിട്ട് റദ്ദാക്കുകയും ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് സ്കൂളിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു അപേക്ഷ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്കൂളിൽ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യ അലോട്ട്മെൻറ്റുകളിൽ ഇടം നേടാത്ത വിദ്യാർത്ഥികൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റായി കാത്തിരിക്കുക. വിദ്യാർത്ഥികൾ തങ്ങൾ അതായത് അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂൺ 7 വൈകിട്ട് 4 മണിക്ക് മുമ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടാതിരുന്നാൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഫീസ് അടക്കാം. ഇതിനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിനിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ ഫീസ് അടക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഓൺലൈൻ ഫീസ് റെസിപ്റ്റ് സ്കൂളുകളിൽ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഫീസിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഫീസുകളാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.